താടിയും പൊട്ടും ടോക്സ്. ഗൈസ്, നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോക്ക് എന്താന്ന് വെച്ചാൽ, കോവിഡ് മഹാമാരി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെ എല്ലാവരെയും ഒരുപാട് പേരുടെ ജീവിതം എടുത്ത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ മൊത്തത്തിൽ അങ്ങോട്ട് ഉണ്ടാക്കിയ ഒരു കാലഘട്ടമായിരുന്നു കോവിഡ്. ഭയന്ന് വിറച്ച് എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ട് വീടിനുള്ളിൽ പുറത്തിറങ്ങാതെ ആളുകളെല്ലാം ഇരുന്ന് ആ ഒരു ദിവസം ഓർക്കുമ്പോൾ തന്നെ ഭയാനകമാണ്. അന്ന് ഈ കോവിഡ് വന്ന് ഒരുപാട് പേര് മരിച്ചു പോകുന്നതെല്ലാം കണ്ട് ഇതിന് പ്രതിവിധിയായി എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ, എന്തെങ്കിലും മരുന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനടക്കം നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് പേര് ഇരുന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് കോഷീൽഡും കോവിഡ് വാക്സിനും എല്ലാം പിന്നീട് വരികയും അതെല്ലാവരും നിർബന്ധമായി ചെയ്തിരിക്കണം എന്നുള്ള ഒരു ഗവൺമെന്റിന്റെ ഓർഡർ വരികയും അത് പ്രകാരം എടുത്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ ഭയം എല്ലാവരിലും ഉണ്ടായെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതെടുത്തില്ലെങ്കിൽ കോവിഡ് വന്ന് മരിച്ചു പോവും, മരണപ്പെട്ടു പോവും എന്നൊക്കെയുള്ള ആ ഒരു ഇതിനെ തുടർന്ന് ഞാനടക്കം നിങ്ങളടക്കം ഒരുപാട് പേര് കോവിഡ് വാക്സിനും കോഷീൽഡ് വാക്സിൻ എല്ലാം എടുത്തു കാണും. എന്നാൽ ഇന്ന് കോഷീൽഡ് വാക്സിൻ കോവിഡിനെതിരെ എടുത്ത ഒരുപാട് പേര് മരണപ്പെട്ടു പോകുന്നു എന്ന് വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കോവിഡിൽ നിന്ന് രക്ഷ നേടാനായി എടുത്ത കോവാക്സിൻ മൂലം ഉമിനീര് പോലും ഇറക്കാൻ കഴിയാതെ തലച്ചോറിൽ ബ്ലഡ് കട്ട പിടിച്ച് അനങ്ങാൻ പോലും ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പോലുമായി മരണം, എത്രയും പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുന്ന ഒരവസ്ഥ. എന്തായാലും നമുക്ക് വീഡിയോ കാണാം. കോവിഡ് മഹാമാരിക്കെതിരെ പൊരുതാൻ വാക്സിൻ സ്വീകരിക്കണമെന്ന സർക്കാർ ആഹ്വാനത്തെ തുടർന്നാണ് 20-കാരിയായ കാരുണ്യ വേണുഗോപാൽ കോവിഷീൽഡ് വാക്സിൻ എടുത്തത്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആരോഗ്യസ്ഥിതി ആകെ വഷളായി. വാക്സിൻ എടുത്ത ദിവസം ഒന്നും പ്രശ്നം കണ്ടില്ല. പിന്നെ 10-ാം പക്കം എന്ന് വെച്ചാൽ 18-ാം തീയതി വളരെ ഗുരുതരമായ അഡ്വേഴ്സ് ഇവൻസ്, പാർശ്വഫലങ്ങൾ കണ്ടു. എന്താണെന്ന് വെച്ചാൽ അന്ന് രാവിലെ പുള്ളിക്കാരത്തി ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ കാല് നിലത്തൂന്നി നടക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായി. പിന്നെ ത്രോട്ട് അങ്ങനെ ബ്ലോക്കായ പോലെ, സംസാരിക്കാനും പറ്റുന്നില്ല, ഉമിനീര് ഇറക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു, നല്ല പനിയായിരുന്നു. വാക്സിൻ സ്വീകരിച്ച വിവരം മാറി മാറി മകളെ ചികിത്സിക്കാനെത്തിയ ഡോക്ടർമാരോട് ആവർത്തിച്ചു പറഞ്ഞു. വാക്സിനെ വിശ്വസിക്കാം, അതാവില്ല കാരുണ്യയുടെ അസുഖത്തിന് കാരണമെന്നും ഡോക്ടർമാർ തറപ്പിച്ചു പറഞ്ഞു. ദിവസങ്ങൾക്കുള്ളിൽ കാരുണ്യയുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളായി. ശബ്ദം പുറത്തുവരാതെ, വെള്ളം പോലും കുടിച്ചിറക്കാൻ സാധിക്കാതെ ഒടുവിൽ കാരുണ്യ മരണത്തിന് കീഴടങ്ങി. മകൾ പോയ വേദനയിലും വേണുഗോപാൽ കോവിഡ് വാക്സിന്റെ ദോഷഫലങ്ങൾ അധികൃതരെ അറിയിക്കാൻ ശ്രമം നടത്തി. സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഫാർമക്കോ വിജിലൻസ് സെല്ലിനെ വിളിച്ചിട്ട് ഇന്ന പോലെ എൻ്റെ മകള് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, ഇന്നതൊക്കെയാണ് രോഗലക്ഷണം, എനിക്ക് കറക്റ്റായ ട്രീറ്റ്മെന്റ് എന്താണ്, അതിന്റെ ഡയഗ്നോസിസ് എന്താണ്, ട്രീറ്റ്മെന്റ് എന്താണ്, അത് പറഞ്ഞു. അവരുടെ അടുത്തുനിന്ന് വരുന്ന റിപ്ലൈ ഒന്ന് വാക്സിനും ഇതിനും ബന്ധമില്ല, ഇത് മാത്രമാണ് അവരുടെ അടുത്തുനിന്ന് വരുന്ന റിപ്ലൈ. നീതി നൽകേണ്ട ഉദ്യോഗസ്ഥരും സർക്കാരും കൈയൊഴിഞ്ഞതോടെ മകളുടെ മരണത്തിന് നീതി തേടി ഈ അച്ഛൻ കോടതിയെ സമീപിച്ചു. ഇപ്പോൾ നിർമ്മാതാക്കൾ തന്നെ വാക്സിന് ദോഷഫലങ്ങളുണ്ടെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കോവിഡ് വാക്സിനേഷനെ തുടർന്ന് ജീവൻ നഷ്ടമായ രാജ്യത്തെ വിവിധ ആളുകളുടെ ബന്ധുക്കളുമായി ചേർന്ന് സർക്കാരിനും വാക്സിൻ നിർമ്മാതാക്കൾക്കുമെതിരെ നിയമ പോരാട്ടം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് വേണുഗോപാൽ. അപ്പോൾ പാലക്കാട് ഈ കാരുണ്യക്ക് സംഭവിച്ച ഈ കാര്യം, ഇതിങ്ങനെ മരിക്കുന്നതിന് മുന്നേ ഇത്തരത്തിലുള്ള വാക്സിൻ എടുത്തു വന്നതിന് ശേഷം ഉണ്ടായ വ്യത്യാസങ്ങൾ കണ്ട് മകൾക്ക് അനങ്ങാൻ പറ്റുന്നില്ല, ഉമിനീരടക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരു പ്രശ്നമില്ലാതെ ചാടിപ്പോയ ഒരാൾ, നടന്നുപോയ ഒരാൾ ഇത്തരത്തിലുള്ള അവസ്ഥയാകുമ്പോൾ അവരെ അറിയിച്ചപ്പോൾ വാക്സിൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതൊന്നും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. പിന്നീട് മരണം സംഭവിച്ച, ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിച്ച ഒരുപാട് പേരുടെ റിപ്പോർട്ടുകൾ വന്ന് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് സംഭവം മനസ്സിലായത്. നമ്മൾ ഒരു കോവിഡ് വന്ന് മരിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഈ ഒരു കോവിഡിനെതിരെയുള്ള വാക്സിൻ നമ്മൾ എടുത്തത്. പക്ഷെ ഇന്ന് ഏറ്റവും അധികം ആളുകളും വാക്സിൻ എടുത്തവരായിരിക്കും. ഒരുപാട് പേര് മരിച്ചു പോവാണ്, മരണം തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഭയന്നിരിക്കും, ഞാനടക്കം നിങ്ങളടക്കം നാളെ എന്ത് സംഭവിക്കും, ഞാനും ഈ വാക്സിൻ എടുത്തു പോയല്ലോ എന്നൊരു ഭയപ്പാട് കൊണ്ട് നമ്മൾ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇതേ അവസ്ഥയുള്ള മറ്റൊരാളെ കൂടി നമുക്ക് കാണാം. നോവയായിരുന്നു പത്തനംതിട്ട കോഴഞ്ചേരി കാട്ടൂരിലെ സാബു ജീൻ ദമ്പതികളുടെ ലോകം. അഭിഭാഷകയാകാൻ കൊതിച്ച സാമൂഹ്യ സേവന തൽപരയായ ബിരുദ വിദ്യാർത്ഥിനി.
ആരോഗ്യവതിയായി പാറിപ്പറന്ന് നടന്ന നോവയ്ക്ക് വാക്സിൻ സ്വീകരിച്ചതോടെയാണ് അസ്വസ്ഥതകൾ തുടങ്ങിയതെന്ന് മാതാപിതാക്കൾ പറയുന്നു. വാക്സിൻ സ്വീകരിച്ച് 15-ാം ദിവസം നോവ വിട പറഞ്ഞു. രക്തം കട്ടപിടിക്കുന്നതാണ് മരണകാരണമെന്ന് വ്യക്തമാക്കി മനുഷ്യാവകാശ കമ്മീഷൻ മുഖേന സർക്കാരിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുമായി നിയമപോരാട്ടത്തിലാണ് സാബുവും ജീനും. ജൂലൈ 28-ന് വാക്സിൻ എടുക്കുന്നു. 3-ാമത്തെ ദിവസം തൊട്ട് കുഞ്ഞിന് ശാരീരിക അസ്വസ്ഥത, പ്രത്യേകിച്ച് വയറിനൊരു കംപ്ലൈൻറ്റ് പറയുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞിൻ്റെ വാക്സിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞ് ബ്രെയിനിൽ നിന്ന് ബ്ലഡ് ലീക്കായി കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ളതാണ് ആ റിപ്പോർട്ട്. ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിൻ്റെ ഈ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മരണം ഇന്ത്യയിലെ എല്ലാ മെഡിക്കൽ സ്ഥാപനങ്ങളിലേക്കും എത്രയും പെട്ടെന്ന് ഇത് അറിയിക്കണമെന്ന് ഉണ്ട്. വാക്സിൻ സ്വീകരിച്ച ശേഷം ഏകദേശം സമാനമായ ലക്ഷണങ്ങളോടെ മരിച്ചവരുടെ കുടുംബങ്ങളുടെ കൂട്ടായ്മയുണ്ട്. ഇവരും നിയമപോരാട്ടത്തിന് പിന്തുണയുമായുണ്ട്. നേരത്തെ എന്തെങ്കിലും രോഗമോ രോഗലക്ഷണമോ നോവയ്ക്ക് ഉണ്ടായിട്ടില്ലെന്ന് അമ്മ ജീൻ ഉറപ്പിച്ച് പറയുന്നു. ഞങ്ങൾ ആ സമയത്ത് പറയുമ്പോൾ കുഞ്ഞിന് മറ്റു രോഗം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവരുടെ തന്നെ റിപ്പോർട്ട് വന്നല്ലോ, കമ്പനി തന്നെ അംഗീകരിച്ചല്ലോ അവർക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന്. മോഡയ ത്രോംബോസൈറ്റോഫീനിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആ ഒരു സിംറ്റം ഇവരുടെ ഫാക്ട് ഷീറ്റിലും പറയുന്നുണ്ട്. നഷ്ടപരിഹാര തുകയ്ക്ക് വേണ്ടിയല്ല, ഇനിയൊരാൾക്ക് പോലും വാക്സിൻ മൂലം ജീവിതം നഷ്ടപ്പെടാതിരിക്കാനാണ് തന്റെ പോരാട്ടമെന്ന് സാബു പറയുന്നു. തീർച്ചയായിട്ടും, കാരണം നമുക്ക് അതിനകത്ത് ഒരു സാമ്പത്തിക വശമല്ല. കാരണം ഈ ഇന്ത്യയിലെ കോടാനുകൂടി നിസ്സഹായരായിട്ടുള്ള മനുഷ്യരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് ഞങ്ങൾ ഇതിനു വേണ്ടി നിയമപോരാട്ടം നടത്തുന്നത്. നോവയുടെ ഓർമ്മകൾ വേദനയായപ്പോൾ 6 മാസം മുൻപ് കൂട്ടായി കുഞ്ഞ് നവമി എത്തി. അവളെയും ചേർത്ത് പിടിച്ച് നോവയ്ക്ക് വേണ്ടി പോരാടുകയാണ് ഇവർ. പാർശ്വഫലങ്ങൾ അംഗീകരിച്ച് കോവിഷീൽഡ് നിർമ്മാതാക്കളായ ആസ്ട്രാസെനേക്ക വാക്സിൻ പിൻവലിച്ചത് ഇവരെ പോലുള്ള ഇരകൾ നടത്തുന്ന നിയമ പോരാട്ടത്തിന് കരുത്തേകുമെന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഇങ്ങനെ നോവ അല്ലെങ്കിൽ കാരുണ്യ ഇതുപോലെ ഒരുപാട് പേരുടെ കേസുകൾ പുറത്തു വന്നപ്പോൾ ഈ പറയുന്ന മരുന്ന് കമ്പനി ഇത് സമ്മതിച്ചു. പാർശ്വഫലങ്ങൾ ഉണ്ട് എന്നും അത് കാരണം തന്നെയാണെന്നും സമ്മതിച്ചു. രക്തം കട്ടപിടിക്കുന്നതിനെ തുടർന്ന്, തലയിലെ രക്തം കട്ടപിടിക്കുന്നതിനെ തുടർന്നാണ് ഈ വാക്സിൻ സ്വീകരിക്കുന്നവർ മരണപ്പെട്ടു പോകുന്നത്. വാക്സിൻ എടുത്തതുകൊണ്ട് മാത്രം മരണപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് എല്ലാവർക്കും. മറ്റൊരു കേസ് നമുക്ക് കാണാം. അവൾ പോയിന്നു, അവൾ മരിച്ചു എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. എവിടെയോ പഠിക്കാൻ പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എനിക്കിഷ്ടം. പഠനത്തിൽ മിടുക്കി, 10ാം ക്ലാസ്സിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+. ഡോക്ടർ ആകണമെന്ന ആഗ്രഹം ബാക്കിയാക്കിയാണ് +1 വിദ്യാർത്ഥിയായിരിക്കെ മാളവികയുടെ വിയോഗം. 2021 ഒക്ടോബർ 26-നാണ് വാക്സിൻ സ്വീകരിച്ചത്. പിറ്റേ ദിവസം മുതൽ തലവേദന അനുഭവപ്പെട്ടു തുടങ്ങി. ദിവസങ്ങൾക്കകം തളർച്ചയും. ഒടുവിൽ 10ാം ദിനം മാളവിക സ്ട്രോക്ക് വന്ന് മരിച്ചു. സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികൾക്ക് സ്കൂളിൽ കയറ്റണമെങ്കിൽ വാക്സിൻ എടുക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പിന്നെ ഞാൻ എൻ്റെ മോൾക്ക് വാക്സിൻ എടുത്തത്. അല്ലെ ഞാൻ വാക്സിൻ എടുക്കില്ല. വാക്സിൻ വെച്ചിട്ടില്ലെങ്കിൽ എൻ്റെ മോൾ ഇപ്പം ജീവിച്ചിരിക്കുന്നു. ഈ ഒറ്റ സൈഡ് എഫക്റ്റാണ്, വേറെ ഒരു കാരണവും ഇല്ല. ഇത് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് ഇവർ വാക്സിൻ കമ്പനിക്കാർ സമ്മതിച്ചിട്ട് പോലും ഇതിൻ്റെ അകത്ത് ഗവൺമെൻറ് ഒന്നും ഒരു ആക്ഷനും എടുക്കുന്നില്ല. ഈ 18 വയസ്സായ എൻ്റെ മോളുടെ ഈ മരണത്തിൽ ഒരു കണ്ടോളൻസ് പോലും അർപ്പിക്കാൻ ഈ ഗവൺമെൻറ് ഏജൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. മറ്റസുഖങ്ങളൊന്നുമില്ലാതിരുന്ന മാളവികയുടെ മരണം കുടുംബത്തെ ആകെ തളർത്തി. എൻ്റെ കയ്യിൽ നിന്ന് വയറ് നിറയെ ചോറും വാങ്ങി തിന്നാണ് പെട്ടെന്ന് സ്ട്രോക്ക് വരുന്നു. അതിന് ശേഷം കണ്ണു തുറന്നിട്ടില്ല. എന്നാലും എനിക്ക് അവൾ തിരിച്ചു വരും എന്നുള്ള ചിന്ത തന്നെയായിരുന്നു. പിന്നെ അത് ഇവിടെ വന്നതിന് ശേഷം, ഞാൻ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായ നീ തിരിച്ചു വരൂല. നീതി തേടി ഹൈക്കോടതിയെ വരെ കുടുംബം സമീപിച്ചു. സങ്കീർണമായ വിഷയമായതിനാൽ ഹർജികളിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. പക്ഷേ മകളെ നഷ്ടപ്പെട്ടതിന്റെ വേദന കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. ഈ ഒരു കേസിൽ സ്ട്രോക്ക് വന്നാണ് മരിച്ചത്. ഫുൾ ഹെൽത്തി ആയിരുന്നു. ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ മകനും ഈ പറയുന്ന പോലെ സ്കൂളിൽ നിർബന്ധമായും വാക്സിൻ എടുക്കണം, എടുത്തിട്ടാണ് സ്കൂളിലേക്ക് വരാൻ പാടുള്ളൂ എന്ന ഒരു നിർബന്ധമായ ഒരു ഇത് കാരണമാണ് ഞങ്ങളും ഞങ്ങളുടെ മകനെ കോവാക്സിൻ ഷീൽഡ് വാക്സിൻ ചെയ്യിച്ചത്.
കാരണം കുട്ടികൾക്ക് ഇത് എടുക്കണ്ട എന്നുള്ള ഒരു ഇതായിരുന്നു ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ സ്കൂളുകാർ ഇത് എടുക്കണം, എടുത്തില്ലെങ്കിൽ അപകടമാണ് എന്ന് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള ആ ഭയങ്കര ഒരു ബൂസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എല്ലാ സ്റ്റുഡൻസും നിർബന്ധമായി എടുക്കണമെന്ന് ഇതിലെ പിതാവ് പറയും പോലെ തന്നെ, വീഡിയോയിൽ പറയും പോലെ തന്നെ ആ രീതിയിൽ ഞങ്ങളും നമ്മുടെ വീട്ടിൽ കോവിഷീൽഡ് വാക്സിൻ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇന്ന് ഇവർ പറയും പോലെ തന്നെ ആ വാക്സിൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കോവിഡ് പിടിക്കില്ലായിരിക്കാം, മരിക്കില്ലായിരിക്കാം. അല്ലെ, കോവിഡ് വന്നാൽ എല്ലാവരും മരിച്ചിട്ടൊന്നുമില്ല, ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് അതിജീവിച്ചവരുണ്ട്. പക്ഷെ ഇതിപ്പോൾ വാക്സിൻ എടുത്തതിൻ്റെ പേരിൽ ആരും അതിജീവിച്ചിട്ടൊന്നുമില്ല, എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പതിയെ ബാക്കി ആളുകൾക്കും മരണം സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണെന്ന് തോന്നുന്നു. എന്തായാലും ഇനിയും ഇതുപോലെ ഒരുപാട് കേസുകളുണ്ട്. ഇനിയിപ്പോൾ ഇതിനെതിരെ അവർ നിയമപരമായി പോരാടാണ്. ആ ഒരു മരുന്നൊക്കെ അവർ പിൻവലിച്ചു. ഇപ്പം നമ്മളെല്ലാം ഈ കോവിഡിനെ ഭയന്ന് മരണം സംഭവിക്കുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്ന് ഭയന്നിരുന്നതിനേക്കാൾ ഭയത്തിൽ ഇനി ഈ വാക്സിൻ എടുത്തു പോയ എല്ലാവരും ഭയന്നിരിക്കേണ്ട ഒരു അവസ്ഥയായി. അപ്പോൾ അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താടിയും പൊട്ടും ടോക്സ്. ബൈ.